നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ സൗദിയിൽ സുരക്ഷാ ഏജൻസികളുടെ പിടിയിലായത് 65,000-ലേറെ അനധികൃത താമസക്കാരെന്നാണ് റിപ്പോർട്ട്. നിയമലംഘകർക്കും അനധികൃത താമസക്കാർക്കുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് ഒരു മാസത്തിനിടയിൽ ഇത്രയേറെ പ്രവാസികൾ അറസ്റ്റിലായ വിവരം പുറത്തുവരുന്നത്. ഇവയിൽ 40,000-ലേറെ പേരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയതായും അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ നിയമലംഘനങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പിടിക്കപ്പെട്ട 53,366 പേർ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ നിയമ നടപടികൾ കാത്തു കഴിയുന്നതായും അധികൃതർ അറിയിച്ചു. ഇവരിൽ 49,474 പേർ പുരുഷന്മാരും 3,892 പേർ സ്ത്രീകളുമാണ്. 43,506 പേരുടെ കേസുകൾ നാട്ടിലേക്കുള്ള താമസരേഖകൾ ശരിപ്പെടുത്തുന്നതിനായി അവരുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. ഒരു മാസത്തിനിടയിൽ നാടുകടത്തപ്പെട്ട 40,000-ലേറെ പേരിൽ 9,203 പേരെ കയറ്റിയച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നാടുകടത്തൽ കാത്തുകഴിയുന്ന 2,148 പേരുടെ കാര്യത്തിൽ ടിക്കറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമവിരുദ്ധ താമസക്കാർക്ക് വേണ്ടി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം 16,583 പേർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒക്ടോബർ 274 മുതൽ നവംബർ 2 വരെയുള്ള ദിവസങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ നടത്തിയ പരിശോധനകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് ഇത്രയും പേർ അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് വിവരം. വിവിധ സുരക്ഷാ ഏജൻസികളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തുന്നതും വരും ദിവസങ്ങളിൽ സംയുക്ത പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് താമസിക്കുന്നവരെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും കണ്ടെത്തി നാടുകടത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് സൗദി സുരക്ഷാ ഏജൻസികൾ റെയ്ഡുകൾ നടത്തിയത്. അങ്ങനെ താമസ നിയമങ്ങൾ അഥവാ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ താമസിച്ചതിനാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പിടിയിലായിരിക്കുന്നത്. 10,007 പേരാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് അറസ്റ്റിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 4,404 പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 2,272 പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും പിടിയിലായിട്ടുണ്ട്. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ 321 പേരെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ വെച്ച് രക്ഷാസേന അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 51% പേർ എത്യോപ്യക്കാരും 43% പേർ യമനികളും ബാക്കി 6% പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ തന്നെ അനധികൃതമായ രാജ്യത്തിനും പുറത്തു കടക്കാൻ ശ്രമിക്കവേ 69 പേരെയും അതിർത്തി രക്ഷാസേന അറസ്റ്റ് ചെയ്തു. അനധികൃത താമസക്കാർക്ക് അഭയം നൽകുകയും യാത്രാ സൗകര്യം ഒരുക്കുകയും ചെയ്ത 23 പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും അവയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയുമാണ് കാത്തിരിക്കുന്നതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇവരെ താമസിപ്പിച്ച കെട്ടിടങ്ങളും സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടുകെട്ടുകയും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും കുറിച്ച് വിവരമുള്ളവർ സുരക്ഷാ ഏജൻസികൾക്ക് വിവരം കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.